ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക ഈ 3 രാജ്യങ്ങളുടെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിൽ ആരാണ് ആത്യന്തികമായി വിജയിച്ചത്, ആർക്കാണ് കൂടുതൽ നഷ്ടം എന്നതിൽ. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറാൻ ഇസ്രയേലിലെ ആശുപത്രി ആക്രമിച്ചപ്പോൾ യുദ്ധക്കുറ്റമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ തിരിച്ച് സംഭവിച്ചിട്ടുമുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ ഈ മരണക്കണക്കിലുമൊക്കെ വ്യക്തതയില്ല എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാൻ്റെ മരണനിരക്ക് കൂട്ടുകയും മറ്റുള്ളവരുടെ മരണനിരക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. അതിനെ ഒന്ന് വിലയിരുത്തിയാൽ എങ്ങനെ നമുക്ക് കാണാൻ കഴിയും? സാധാരണ യുദ്ധത്തിൽ നമ്മൾ ഇപ്പം ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ചർച്ചകളിലൊക്കെ. അതായത് നമ്മൾ ക്രിക്കറ്റിലാണെങ്കിൽ റൺസ് കൂടുതൽ സ്കോർ ചെയ്യുന്നവർ വിജയിക്കുന്നു, ഫുട്ബോളിലാണെങ്കിൽ ഗോൾ കൂടുതൽ അടിക്കുന്നവർ വിജയിക്കുന്നു. പക്ഷേ യുദ്ധത്തിൽ എപ്പോഴും ഡാമേജ് കൂടുതൽ ഇൻഫ്ലിക്റ്റഡ് ആവുന്നവരാണ് പരാജയപ്പെടുന്നത്. അത് കൂടുതൽ മരണങ്ങൾ, കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ്. സോ അതുകൊണ്ട് അങ്ങനെ ഒരു നമ്പർ ഗെയിം എടുക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും ഈ ഒരു ഡിബേറ്റ് സെറ്റിൽ ചെയ്യാൻ ശരിക്കും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മരണനിരക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ ഈവൻ ഇറാനിയൻ മീഡിയയിൽ പോലും വരുന്നത് ഏകദേശം 25-നും 30-നും ഇടയ്ക്ക് ആളുകളാണ് ഇസ്രായേലിൽ മരണപ്പെട്ടുള്ളതാണ്. അതേസമയം ഇറാനിനുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾ പറയുന്നത് 600-നും 1000-നും ഇടയിൽ ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ അർത്ഥം അവർക്ക് അത്രയും ആളുകളെ കുറച്ച് സംരക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ് ആണ്, പക്ഷേ അതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ആര് അവരുടെ എയിം അച്ചീവ് ചെയ്തു. ഇപ്പോൾ ഇസ്രായേലിന് മുന്നുണ്ടായിരുന്ന എയിമുകളിൽ ഒന്ന് അവിടുത്തെ പ്രത്യേകിച്ച് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ, കാരണം യുറേനിയം എൻറിച്ച്മെൻറ്റ് പ്ലാന്റുകൾ ഉണ്ടായാൽ പോരാ, അത് എൻറിച്ച് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ബ്രെയിനുകൾ ഉണ്ടാവണം. അവരായിരുന്നു ടോപ്പ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ. ഈ പറയുന്ന ഓരോ സയൻറ്റിസ്റ്റിനെയും സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്ത് വധിക്കാൻ അവർക്ക് സാധിച്ചു. പല സ്ട്രാറ്റജിസ്റ്റുകളെ വധിച്ചു, നെഗോഷിയേറ്റേഴ്സിനെ വധിച്ചു, ടോപ്പ് കമാൻഡേഴ്സിനെ, ഇപ്പം ജനറൽ സലാമി ഉൾപ്പെടെയുള്ള IRGCയുടെ ടോപ്പ് കമാൻഡേഴ്സിനെ വധിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ സ്ഥാനത്ത് ഒരു ഫസ്റ്റ് ഫേസിലൊരു വിജയം ഇസ്രായേൽ കണ്ടു എന്ന് പറയാം. പിന്നെ അമേരിക്കയെ കൊണ്ട്, ഇപ്പോൾ അമേരിക്ക ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയപ്പോഴത്തേക്കും ട്രംപിനുണ്ടായിരുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി അമേരിക്കയിൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ കോൺഗ്രസ് ആണ് യുദ്ധം ഡിക്ലെയർ ചെയ്യേണ്ടത്. അതാണ് നിയമം. അത് 91-ൽ ജോർജ് ബുഷ് സീനിയറും 2002-ൽ ജോർജ് ബുഷ് ജൂനിയറും തുടങ്ങിയപ്പോഴും കോൺഗ്രസിൻ്റെ അപ്രൂവലോടാണ് കയറിയത്. പക്ഷെ ഇത്തവണ ട്രംപ് അങ്ങനെയല്ല ചെയ്തത് എന്നൊരു അധിക്ഷേപം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയായിരിക്കും അമേരിക്കയ്ക്ക് ഇത് വരുന്നതെന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇസ്രായേൽ കൃത്യമായിട്ട് അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെ ഫോഡോയും ഇസ്ഫഹാനും അതേപോലെ നെതാൻസും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കാൻ സാധിച്ചു. ഇറാൻ ആകെ വാദിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഞങ്ങളുടെ എല്ലാ എൻറിച്ച് ചെയ്ത യുറേനിയം നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല, അത് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് അവർ ടാർഗറ്റ് ചെയ്ത ഒരു 3 കാര്യങ്ങളുണ്ട്, 2 അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ഉള്ള കാര്യത്തിൽ ഉറപ്പില്ല, സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് മാത്രം നമുക്കത് പറയാൻ പറ്റില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ അവർക്ക് ഏറെക്കുറെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാം. പിന്നെ ഒരു വിജയമായിട്ട് പൊതുവെ ഇറാൻ അല്ലെ ഇറാനിയൻ മീഡിയ അല്ലെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ഡോം ബ്രീച്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അയൺ ഡോം ബ്രീച്ച് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഒന്ന്, ഒരു എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 100% അൺബ്രീച്ചബിൾ എന്നൊരു തിയറി ഇല്ല. അത് ഇസ്രായേൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ലോകത്ത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം അങ്ങനെയല്ല. പക്ഷേ 90% അവർക്ക് ബ്രീച്ച് ചെയ്യാൻ പറ്റും, ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള അറ്റാക്കുകൾ ശ്രദ്ധിച്ചാൽ ഹൂത്തികളുടെയോ ഹെസ്ബുള്ളയുടെയോ ഹമാസിൻ്റെയോ ഒക്കെ അറ്റാക്കുകളാണ്. അതിലും ഒന്നുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള വെപ്പൺട്രി ഇറാൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇപ്പം ഹൈപ്പർ ഗ്ലൈഡർ വെഹിക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് മാനുവർ ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈൽസ് അവർ വിട്ടിരുന്നു. അത് തന്നെ ഇറാൻ ഒരു വലിയ രാജ്യമാണ്, പല ലൊക്കേഷനിൽ നിന്ന് പല ആംഗിളിൽ നിന്ന് വിട്ടിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ പല തരത്തിലുള്ള മിസൈൽ, സ്പീഡ് കൂടിയത് കുറഞ്ഞത്, ഡമ്മി മിസൈലുകൾ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വിട്ടപ്പോഴത്തേക്കും അയൺ ഡോമിന് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ളത് സത്യമാണ്. പക്ഷേ അവിടെയും ഇസ്രായേലിൻ്റെ ഒരു മികവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ 25 ആളുകളെ മരിച്ചിട്ടുള്ളൂ. അത്രയും പേരെങ്കിലും അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിന് ഒരു പക്ഷേ പറയാം ഞങ്ങൾക്ക് കൂടുതൽ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ വേറൊരു കോസ്റ്റ് ഉണ്ട് 2 കൂട്ടർക്കും. അതിൻ്റെ അകത്ത് ഇസ്രായേലിനും ഇറാനും ഉള്ള കോസ്റ്റ് എന്ന് വെച്ചാൽ യുദ്ധം കാരണം ഉണ്ടാകുന്ന കോസ്റ്റ്, നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാത്ത കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ 1.25 വർഷമായിട്ട് യുദ്ധത്തിലാണ്, ഗാസയായിട്ടും ഇപ്പോൾ ഇറാനുമായിട്ടും. ഈ 1.25 വർഷത്തിൽ അവരുടെ എക്കോണമി അല്ലെ ബഡ്ജറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ എമൗണ്ടും പോകുന്നത് ഡിഫൻസിലും മിലിറ്ററിക്കുമാണ്. ഈ ഡേവിഡ് സ്ലിങ്ങും ആരോയും അയൺ ഡോമും ഒക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതിൻ്റേതായ മെയിൻ്റനൻസ് ഉണ്ട്, ചിലവുണ്ട്. ഇത് കൂടാതെ ഒരു കമ്പനിയും യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യാനോ പുതിയൊരു പ്രോജക്റ്റ് ചെയ്യാനോ തയ്യാറാവില്ല. ഒരു ടൂറിസ്റ്റും ഇവിടുന്ന് കാലുകുത്താൻ തയ്യാറില്ല. ഇപ്പം ഞാനൊരു ക്രിസ്ത്യനാണ്, ഇവിടുന്നുള്ള ഇപ്പോൾ കേരളത്തിലുള്ള പല പള്ളികൾ അല്ല ഹോളി ലാൻഡ് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇടവകയും എല്ലാ വർഷവും പോകുന്നൊരു ടൂറാണ്. അതൊക്കെ നിലച്ചു. അപ്പോൾ ടൂറിസം വഴിയുള്ള റവന്യൂ നിലച്ചു. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഡ്രോബാക്സ് ഇസ്രായേലിന് ഈ വാറുമായിട്ട് ബന്ധപ്പെട്ടല്ല, പൊതുവേ യുദ്ധത്തിന് പോകുന്ന ഏതൊരു രാജ്യത്തിനും വരുന്ന പോലെ ഇസ്രായേലിന് അത് വന്നിട്ടുണ്ട്. അതുകൂടാതെ റിസർവിസ്റ്റുകൾ, ഇത് എനിക്ക് തോന്നുന്നു ഇസ്രായേലിന് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ കോൺസ്ക്രിപ്ഷനാണ്. ഒരുപാട് ജനങ്ങൾക്കും അറിയായിരിക്കും. ഏതൊരാളെയും ഇപ്പം ഞാനും താങ്കളും ഇസ്രായേലികളാണെങ്കിൽ ഏത് സമയത്തും യുദ്ധത്തിന് വിളിച്ചാൽ നമ്മൾ പോകാൻ തയ്യാറാവണം. അതാണ് ഇസ്രായേലിലെ നിയമം. പക്ഷെ അങ്ങനെ വരുമ്പം
രണ്ട് രീതിയിലുണ്ട്. അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ വിളിക്കുവാണ്, യുദ്ധത്തിന് വിളിക്കുമ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ശമ്പളം നമ്മുടെ കമ്പനിയിൽ എത്രയാണോ കിട്ടിക്കൊണ്ടിരുന്നത് അത് ഇസ്രായേലി ഗവൺമെൻറ് തരും നമ്മൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത്. പക്ഷേ അവിടെ ഉള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ താങ്കൾ ABC ന്യൂസിൻ്റെ ഒരു സീനിയർ ജേർണലിസ്റ്റാണ്, താങ്കൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ലെവലിൽ അറിവുള്ളാൽ കറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരാളെ പെട്ടെന്ന് റിപ്ലേസ് ചെയ്യാൻ കിട്ടണമെന്നില്ല. വലിയ കമ്പനിയാണെങ്കിൽ, ചെറിയ കമ്പനിയാണെങ്കിൽ അതിലും പ്രശ്നമാണ്. ഇപ്പോൾ 10-15 പേരുള്ള സ്റ്റാർട്ടപ്പാണ്, 5 ടോപ്പ് പെർഫോമൻസിനെ യുദ്ധത്തിന് വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആ കമ്പനിയുടെ പെർഫോമൻസും പ്രൊഡക്ടിവിറ്റിയും താഴുവാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇറാന് പക്ഷേ പറ്റുന്നതെന്ന് വെച്ചാൽ അതിലും വലിയ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്കോണമി, തകർന്നിരിക്കുന്ന എക്കോണമി, ഇടിഞ്ഞു നിൽക്കുന്ന കറൻസി, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്. പിന്നെ നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഹാപ്പിനെസ് ഇൻഡെക്സ്. വേൾഡ്സ് ഹാപ്പിയസ്റ്റ് നേഷൻ ഫിൻലൻഡ് ആണ് എന്ന് പറയുന്നത്. പക്ഷേ മിസറി ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഉണ്ട്. അതായത് ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സഫർ ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ള ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ടോപ്പ് 5 രാജ്യങ്ങളിൽ എപ്പോഴും ഇറാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിന് മേൽ ഈ യുദ്ധം കൂടെ ഇൻഫ്ലിക്റ്റ് ചെയ്ത ഡാമേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഡാമേജും കൂടുതൽ, മോറൽ ഡാമേജും കൂടുതൽ ഇറാനാണ്. പിന്നെ അവർക്ക് അവകാശപ്പെടുന്ന രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്ന്, റെജീം ചേഞ്ച് നടത്താൻ സാധിച്ചില്ല. പക്ഷെ അതൊരിക്കലും ഇസ്രായേലിൻ്റെ ഔട്ട്റൈറ്റ് എയിം ആയിരുന്നില്ല. അതൊരു ബൈ പ്രോഡക്റ്റായിട്ട് വരാമായിരുന്ന കാര്യമാണ്. പക്ഷെ അത് ഒരുപക്ഷെ ഇറാൻ്റെ ഒരു മികവെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറാന് അവിടെയുള്ള ഒരു ഡെമോക്രസി അല്ല, നമുക്കറിയാവുന്നല്ലോ. ഇപ്പോൾ 2009, 2020, 2022 ഈ സമയത്തൊക്കെ അവിടെ വലിയ പ്രൊട്ടസ്റ്റുകൾ നടന്നു. ഈ ഇറാനിനുള്ളിൽ IRGCക്ക് ഒരു പ്രത്യേക വിങ് തന്നെയുണ്ട്. ഉള്ളിൽ ആരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്താൽ, യുവാക്കളായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, ആരായിക്കോട്ടെ, പ്രൊട്ടസ്റ്റ് ചെയ്താൽ അവരെ അടിച്ചമർത്തുക, ജയിലിലിടുക, വേണമെങ്കിൽ കൊല്ലുക. ഈ ഒരു അപ്രോച്ചാണ് അവരുടെ ഗവൺമെൻറ് എടുക്കുന്നത്, അൺഫോർച്ചുനേറ്റ്ലി. സോ അങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ഒരു വലിയ ഫാക്ഷൻ ഇല്ല. ഇപ്പോൾ നമുക്കിപ്പം കാനഡ അങ്ങനെ രാജ്യം, പക്ഷേ കാനഡ എടുക്കാം. കാനഡയിൽ കൺസർവേറ്റീവ് പാർട്ടിയുണ്ട്, ലിബറൽ പാർട്ടിയുണ്ട്. ഇപ്പോൾ ലിബറൽ പാർട്ടിയാണ് വീണ്ടും നേതൃത്വത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിയർ പോളിയോ എന്ന് പറഞ്ഞ ലീഡറുണ്ട്. അവർക്ക് 45% വരുന്ന കൺസർവേറ്റീവ്സ് ഉണ്ട്. നാളെ ഇങ്ങനെ സംഭവിച്ചാൽ യുദ്ധത്തിനോ സമരത്തിനോ ഇറങ്ങാൻ 45% വരുന്ന ജനസമൂഹമുണ്ട്. ഇറാനിൽ പക്ഷേ അങ്ങനെ ഒരു സമൂഹമില്ല, അവർക്കൊരു ലീഡറില്ല. ആ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ 10-15 വർഷത്തിലെ അടിച്ചമർത്തൽ കാരണം ഒന്നെങ്കിൽ അവരെല്ലാം ജയിലിലാണ്, അല്ലെങ്കിൽ അവരെല്ലാം മരണപ്പെട്ടിരിക്കുന്നു, അതും അല്ലെങ്കിൽ അവർ നാട് വിട്ടിരിക്കുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം റെജീം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വളരെ ബുദ്ധിമുട്ടും ലോകത്തിനും മിഡിൽ ഈസ്റ്റിനും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാവുന്നത് കൊണ്ട് അമേരിക്ക ഉൾപ്പെടെ വേണ്ടെന്ന് വെച്ചൊരു കാര്യമാണെന്ന് വേണേൽ പറയാം. കാരണം അയത്തുള്ള ഖമേനി പോലും ഭയന്ന് ബങ്കറിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിക്കാൻ സാധിച്ചത് ഒരുപക്ഷെ അമേരിക്കയുടെ വിജയമാണ്. എന്തായാലും യുദ്ധത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വിജയി പരാജയപ്പെട്ടതാര് എന്നുള്ളൊരു അന്ന് നമ്മൾ അസസ് ചെയ്യുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സ്ട്രാറ്റജി വൈസ് ഒരു 70% അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേടാൻ സാധിച്ചു. യുറേനിയം മാത്രം മാറ്റിക്കൊണ്ടുപോകാൻ ഇറാന് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ചെറിയൊരു വിജയം എന്ന് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.